ഇവിടെ സഹോദരൻ അയ്യപ്പനോളം ഗുരുദേവനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭക്തരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഭക്തിയുണ്ട്. അതെന്താ കാരണം അറിയോ? നമ്മൾ ചിലപ്പോ ആ സമയത്ത് കോൺട്രഡിക്ട് ചെയ്തിട്ട് അന്ന് മനസ്സിലാക്കിയ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് ജാതി വേണ്ട മതം വേണ്ട എന്ന് പറഞ്ഞ അതേ വ്യക്തി സമാധി ഗാനം എഴുതുന്ന സമയത്ത് മതമേതായാലും മനുജൻ നന്നായാൽ മതിയെന്നുള്ള ഒരു സ്വതന്ത്ര വാക്യത്താൽ മതനിഷേധവും മതസ്ഥാപനവും. അതെ, അതാണ് അത്. പക്ഷെ പോയിന്റ് അതാണ് എഴുതിയ അവനവൻ എഴുതിയ ആ ആപ്തവാക്യങ്ങൾ പോലും തെറ്റാണെന്ന് പറഞ്ഞ് എന്റെ എല്ലാ അപരാധവും പൊറുക്കണമേ എന്ന് ഗുരുവിന്റെ കാലിൽ വീഴല്ലേ ചെയ്യുന്നത് ആ കവിതയിൽ. പരിചിൽ സാധിച്ച പരമസദ്ഗുരു മതനിഷേധവും മതസ്ഥാപനവും. ഇവിടെ ഗുരുദേവൻ മതനിഷേധത്തിനൊപ്പം മതസ്ഥാപനവും നടത്തി എന്നുള്ളത് വീണ്ടും നമ്മളിവിടെ ഒരു നാസ്തികൻ എന്നറിയപ്പെടുന്ന യഥാർത്ഥ ആസ്തികനിൽ നിന്ന് അറിയുകയാണ്. അവിടെയാണ് കന്നി 5 സഹോദരൻ അയ്യപ്പൻ എന്ന മഹാഭക്തന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? കന്നി 5 നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ സമാധിയായ ദിവസം. ആ ദിവസത്തെക്കുറിച്ച് അങ്ങേക്ക് അറിയുന്ന രീതിയിൽ ആ സമാധി ദിവസം സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഒന്ന് അങ്ങ് എന്ന ആത്മീയ ആചാര്യനിൽ നിന്ന് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അല്ല, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്റെ അറിവ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ വായിച്ചു കേട്ടതോ റിസർച്ച് നടത്തിയതോ. ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരുവിന്റെ നമ്മൾ കുറച്ചെന്തോ ഡിസ്കസ് ചെയ്തു എന്നാണ് തോന്നുന്നത്, അല്ലെ? ആ സമയത്ത് സമാധി ദിനത്തെ കുറിച്ച് പറഞ്ഞു എന്നറിയില്ല. സമാധി അല്ലെങ്കിൽ മഹാസമാധി, അതിനേക്കാളും രസകരമായിട്ട് പലരും നന്നായിട്ട് പറയാറുള്ളത് ശാന്തി യാത്ര എന്നൊക്കെയാണ്. നമ്മള് മഹാപരിനിർവാണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെ ഒരു ആത്മീയ ദിനമായിട്ട് കരുതാം. ഒരു ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥ. ആ മഹാപരിനിർവാണം അല്ലെങ്കിൽ മഹാസമാധി എന്നൊക്കെയാണ് പേര് പറയാ സാധാരണ. നമ്മുടെ സാധാരണ വിവേകാനന്ദനെ കുറിച്ച് പറയുന്ന സമയത്ത് ശ്രീ രാമകൃഷ്ണ പരമഹംസർ എന്നാ പറയാ. എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവിനെ ഏകദേശം ഇക്വലന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും ശ്രീ രാമ പരമഹംസരുമാണ്. വേണമെങ്കിൽ നമ്മൾ ശ്രീ നാരായണ പരമഹംസർ എന്ന് വിളിക്കാൻ പറ്റുന്ന പേരിൽ വിളിക്കേണ്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ശ്രീനാരായണ ഗുരു എന്നുള്ള വാക്കിലല്ല വിളിക്കുക, ശ്രീ നാരായണ പരമഹംസർ എന്ന് തന്നെ വിളിച്ചേനെ. പരമഹംസർ എന്ന് പറയുന്നതിന് വലിയ വാക്കുണ്ട്. ഹംസമാണ് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള, അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്വാമിയായിരുന്നു ശ്രീനാരായണ ഗുരു. നമ്മൾ അദ്ദേഹത്തെ ചുരുക്കി ഒന്നും അല്ലാണ്ടാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. അപ്പം ആ ആത്മീയ, എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് പറയേണ്ടത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അദ്ദേഹമായിട്ട് ഏറ്റവും അടുപ്പമുള്ള, ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാരണ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും വായിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഈ ചാർട്ട് വരയ്ക്കും. മാത്തമാറ്റീഷ്യൻ ആയതുകൊണ്ടുള്ള ഒരു ഗുണം അതാണ്. അപ്പൊ ആ ചാർട്ട് എന്റെ മുന്നിലുണ്ട്. ആ ചാർട്ടിൽ നമ്മൾ ഓരോരാളുടെയും, ഇപ്പൊ എന്നോട് ചോദിച്ചു എന്ന് വിചാരിക്കും, ശ്രീനാരായണ ഗുരുവിനെ പിന്നെ കാണുന്ന സമയത്ത് വിവേകാനന്ദന്റെ വയസ്സ് എത്രയാണ്, അവര് തമ്മിൽ എന്ത് പ്രായമുണ്ട്? ഇപ്പൊ അയ്യസ്വാമികള് 1814 ജനിച്ചത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണുന്നത് രാമകൃഷ്ണനെയാണ്. രാമകൃഷ്ണൻ 1836 തോന്നുന്നു, 36 ജനിച്ചത്. അപ്പൊ ഏകദേശം അയ്യസ്വാമിക്ക് ഒരു 10-22 വയസ്സുള്ളപ്പോഴാണ് രാമകൃഷ്ണൻ ജനിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ജനിച്ച ആ രാമകൃഷ്ണൻ ജനിച്ചു കഴിഞ്ഞിട്ടും കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ചട്ടമ്പി സ്വാമികള് 1853 55 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ശ്രീനാരായണ ഗുരു ജനിച്ചു കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ചട്ടമ്പി സ്വാമി, നമ്മൾ അറിയപ്പെടുന്നതില് ചട്ടമ്പി സ്വാമികളും രാമകൃഷ്ണ പരമഹംസരും അയ്യസ്വാമികളുമാണ് ശ്രീനാരായണ ഗുരുവിൽ മൂത്തവരായിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളവരൊക്കെ അനിയന്മാരായിട്ടുള്ളവരാണ്. ടാഗോർ ആയാലും ഡോക്ടർ പൽപ്പു ആയാലും. മഹാത്മാഗാന്ധിയും ഡോക്ടർ പൽപ്പുവും ഒരേ കൊല്ലാണ് ജനിക്കുന്നത് എന്നാണ് എൻ്റെ അറിവ്. ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞാൻ വെറുതെ പേന കൊണ്ട് എഴുതിയിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. പിന്നെയാണ് നമ്മുടെ മിതവാദി കൃഷ്ണനും മഹാത്മാഗാന്ധിയും ചിന്നസ്വാമി എന്നറിയപ്പെടുന്ന
കുമാരനാശാനും. കുമാരനാശാൻ കുറെ നേരത്തെ തന്നെ മരിച്ചു. കാരണം വെള്ളത്തില് ബോട്ടിൽ മുങ്ങിയിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത സമാധിയായിരുന്നു. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ കുമാരനാശാൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അതിനു മുമ്പ് കുമാരനാശാനാണ് നമുക്കിപ്പോ പറയാം. ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, പിന്നെ അടുത്തുണ്ടായിരുന്ന വ്യക്തികൾ ആരാണ്? പിന്നെ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ നാസ്തികൻ എന്നറിയപ്പെടാനാണ് അദ്ദേഹത്തിനും ഇഷ്ടം. സഹോദരൻ അയ്യപ്പൻ. അതിന് ഈ സമാധിക്ക് വലിയ ബന്ധമുള്ളത് കൊണ്ടാണ് ഈ പേരുകൾ ഞാൻ പറയുന്നത്. പിന്നെയുള്ളത് നടരാജഗുരുവാണ്. നാസ്തികൻ അയ്യപ്പനൊക്കെ ശ്രീനാരായണ ഗുരുവിന് ഒരു ഏകദേശം ഒരു വളരെ താഴെയുള്ള, അല്ലെങ്കിൽ വളരെ താഴെയുള്ള എന്ന് പറഞ്ഞ അർത്ഥം പ്രായം കൊണ്ട് വളരെ താഴെയുള്ള ഒരു ആളാണ്. എനിക്കൊന്ന് 10-36 വയസ്സുണ്ടാവും അയ്യപ്പനൊക്കെ ജനിക്കുന്ന സമയത്ത്. അതേ സമയത്ത് നടരാജഗുരു ജനിക്കുന്ന സമയത്തും ഏകദേശം 10-40 വയസ്സൊക്കെ ഉണ്ടാവും. നടരാജഗുരു അയ്യപ്പനെക്കാളും ഒരു 5-6 വയസ്സ് പ്രായം കുറവുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു കുടുംബം മനസ്സിലാക്കണം. നമ്മൾ ആ കുടുംബം എന്ന് പറയുന്ന സമയത്ത്, ഒരാളുടെ ചരിത്രം പറയുന്ന സമയത്ത്, മരണം പറയുന്ന സമയത്ത് ഈ നടരാജഗുരുവും അയ്യപ്പനും ഒക്കെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ശാന്തി എന്ന് പറയുന്നത്, ശാന്തി യാത്ര എന്ന് പറയുന്നത് 79ാമത്തെ വയസ്സിൽ 1928 അതിന് 2 വർഷം മുമ്പ് കുമാരനാശാൻ പോയി. 4 വർഷം മുമ്പ് 53ാമത്തെ വയസ്സിലാണ് കുമാരനാശാൻ പോകുന്നത്. ആ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഇത് പറയാൻ കാരണം, കുമാരനാശാനാണ് നമ്മൾ അറിയപ്പെടുന്ന ഏറ്റവും അടുത്ത് ജീവിച്ചിരുന്ന ഏറ്റവും മഹാനായെന്ന് നമ്മൾ കരുതുന്ന ഒരു കവി. പക്ഷെ അദ്ദേഹത്തിന് സമാധിയെക്കുറിച്ചൊരു കവിത എഴുതാൻ സാധിച്ചിട്ടില്ല. കാരണം അതിനു മുമ്പ് അദ്ദേഹം പോണ്ടി വന്നു. അപ്പൊ ഏറ്റവും അടുത്തുണ്ടായിരുന്ന കവിയായിട്ടുള്ള, രാഷ്ട്രീയക്കാരനായിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, സാമൂഹ്യ സേവനം അറിയുന്ന അയ്യപ്പൻ എഴുതിയിട്ടുള്ള കവിതയാണ് നമുക്ക് ഒരു മഹാസമാധിയുടെ ഏറ്റവും നല്ല ഒരു ദൃക്സാക്ഷിയാവണമെങ്കിൽ ആ കവിതയുടെ ഉള്ളിലൂടെ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ നമ്മളൊന്നും അവിടെ കൃത്യമായിട്ട് കാണുകയും ഒന്നും ചെയ്തിട്ടുള്ള ആളല്ലല്ലോ. അപ്പൊ ആ കവിതയാണ് നമ്മൾ പറയുന്ന മഹാസമാധിയെ കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട്, ഇത്രയും നന്നായിട്ട്, ഇത്രയും ഭംഗിയായിട്ട്. കാരണം എനിക്ക് തോന്നുന്നു അയ്യപ്പനെ മഹാകവി എന്ന് തന്നെ പറയണം. മഹാകവി എന്ന് തന്നെ പറയണം. കാരണം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്ന ഓണം അല്ലെ, നമ്മളിപ്പോ ആഘോഷിക്കുന്ന ഓണം എന്ന് പറയുന്ന ഓണത്തിന്റെ പാട്ട് ഏതാ ലക്ഷ്മി? ഓണത്തിന്റെ പാട്ട് മാവേലി നാടുവാണി അല്ലെ? അത് എഴുതിയത് ആരാന്നറിയോ? ഇല്ല. അയ്യപ്പനാണ്. ഈ പറയുന്ന അയ്യപ്പനാണ് അത് എഴുതിയത്. ആലോചിച്ച് നോക്കൂ, പല മലയാളികൾക്കും അറിയാതുള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് നമ്മൾ പാടുന്നത് അതിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് എക്സ്ട്രാക്ട് ആണ്. അത് അയ്യപ്പന്റെ ആണോ എന്ന് ചോദിച്ചാൽ കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ബുക്കിലാണ് ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് പാക്കനാർ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് അയ്യപ്പന്റെ കുറെ സിദ്ധാന്തങ്ങളൊക്കെ അതിനകത്ത് ചേർത്ത്, ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള കുറെ കോൺട്രവേഴ്സി ഒക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് മാവേലിയുടെ പാട്ടാക്കുന്ന സമയത്ത് ആ കോൺട്രവേഴ്സി ഒക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റി ബ്രാഹ്മണന്മാരെ വഴക്ക് പറയുന്നതും ഒക്കെ ഉണ്ട് അതിനകത്ത്. ആ രാജാവ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല കാലമായിരുന്നു എന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷെ ആ കാലം ഇന്ന് കേരളത്തിൽ മഹാമോശാണെന്ന് പറഞ്ഞിട്ട് ചേർത്തിട്ടുള്ള എല്ലാ വരികളും മാറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് മാവേലിയുടെ പാട്ടായിട്ട് പാടുന്നത്. അതുകൊണ്ട് പൂർണ്ണ രൂപത്തിൽ എനിക്ക് തോന്നുന്നു അയ്യപ്പന്റെ പാട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം വെച്ചാല് ഞാൻ ഡൽഹി അമേരിക്കയിൽ അല്ല, ഞാനത് റെഫർ ചെയ്യാണ്ട് പറ്റില്ല. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും ഞാനത് എടുത്തു വെച്ചേനെ. അതെനിക്ക് തോന്നുന്നു നന്നായിട്ട് പാടിയിട്ടുള്ള കുറേ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഭാഗത്ത് ബ്രാഹ്മണർ കീശ വളർന്നു വന്നീ ഭൂതി കൊടുക്കുവാൻ തുനിഞ്ഞു, കൗശലമാർന്നൊരു വാമനനെ വിട്ടു ചതിച്ചവർ മഹാബലിയെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ട് അതിനകത്ത്. അപ്പൊ ശീർഷം ചവിട്ടിയ യാചകനും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എതിരായിട്ടുള്ള സംഭവങ്ങളാണെന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ. പക്ഷെ അതാണ് സത്യം. അത് എഴുതിയിട്ടുള്ളത് ശരിക്കു പറഞ്ഞ അയ്യപ്പന്റെ ഈ ജാതി വ്യത്യാസത്തിലുള്ള എല്ലാ ദേഷ്യവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അയ്യപ്പന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ തോന്നും നല്ല ഭക്തിയും. ഈ ഞാൻ ഏതോ ഒരു പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി,
കുമാരനാശാന് ചിന്നസ്വാമി എന്ന പേരുണ്ടെങ്കിലും സ്വാമിയാക്കി മാറ്റിയിട്ടില്ല. അതുപോലെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അയ്യപ്പൻ. പക്ഷെ സഹോദരൻ അയ്യപ്പനെ സ്വാമിയാക്കിയിട്ടില്ല. അങ്ങനെ പലരെയും സ്വാമിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ വിട്ടുപോകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അയ്യപ്പനും കുമാരനാശാൻ വിവാഹം കഴിച്ചത് 45-ാമത്തെ വയസ്സിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹം വിവാഹം കഴിച്ച 41-ാമത്തെ വയസ്സിലാണ്. ചിലപ്പോ അതുവരെ കാത്തിരുന്നിട്ടുണ്ടാവും. ഈ SNDPയുടെ സഹകാര്യദർശിയായിട്ട് 2021 അന്ന് 32 വയസ്സേ ഉള്ളൂ. അന്ന് കൊച്ചി നിയമസഭ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ആരായിട്ട് മത്സരിച്ച സമയത്ത് അന്ന് കൊച്ചിയും തിരുവനന്തപുരം രണ്ടും 2 രാജ്യങ്ങളാണ്. അപ്പൊ കൊച്ചി രാജവംശത്തിന്റെ ഭാഗത്താണ്. കാരണം അദ്ദേഹം ചെറായിലാണല്ലോ. ഞാൻ അവിടെയൊക്കെ പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ഈ പഠിച്ച സ്ഥലത്തൊക്കെ നമ്മൾ പോവുകയും അത് കാണുകയും ആ ചരിത്രം വായിക്കുകയും വായിച്ചിട്ട് അവിടെ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഉറപ്പുണ്ടല്ലോ. ആ ഉറപ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ആ കാര്യദർശിയായിട്ടുള്ള സമയത്തും സഹോദരൻ അയ്യപ്പൻ പത്രം നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ എനിക്കൊന്ന് 1950 മരിക്കുന്നതിനൊരു 12 കൊല്ലം മുമ്പോളം, അതെ 12 കൊല്ലം മുമ്പ്, 68 ഞാൻ ജനിച്ച 4 വയസ്സ്, അങ്ങനെ ഞാൻ ഓർമ്മയിൽ വെക്കുക. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അയ്യപ്പൻ മരിച്ചതെന്നൊക്കെയാണ് ഞാൻ അങ്ങനെ ഓർമ്മിച്ചു വെക്കുക. 68 68 12 വർഷം മുമ്പ് എന്ന് വെച്ചാൽ 56 ഈ സഹോദരൻ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അവനവന്റെ പേരിൽ അറിയപ്പെടുന്ന പത്രം നിർത്തിയ ആളാണ്. അത് കഴിഞ്ഞിട്ടും സോഷ്യൽ സർവീസിലൊക്കെ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ ചില സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആരോഗ്യമില്ലാത്തതുകൊണ്ടല്ല. അപ്പൊ ചിലപ്പോ നന്നായിട്ട് മുകളിലോട്ട് പോകും, പിന്നെ ടപ്പ് എന്ന് പറഞ്ഞ് താഴത്തേക്ക് വരും, പിന്നെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് പോകും. എനിക്കറിയില്ല ലക്ഷ്മി അറിയോ അല്ല ജനങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഏറ്റവും നല്ല ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പരമഹംസർ എന്ന് പറയാം, അല്ലെ നാരായണ പരമഹംസരുടെ ഏറ്റവും നല്ല ഒരു കവിത എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്, അതിന് പാരഡി പോലെ സയൻസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആളാണ് അയ്യപ്പൻ. ആ ഒരു സംഭവം ആലോചിച്ച് നോക്കണം നമ്മൾ. ശ്രീനാരായണ ഗുരുവിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുള്ള ഒരാളാണ് അയ്യപ്പൻ. അപ്പൊ ആ എഴുതിയ ഒരാൾ തന്നെ പിന്നെ ഗുരുവിന്റെ മരണം വരുന്ന സമയത്ത് അടുത്തിരുന്നിട്ട് എഴുതിയിട്ടുള്ള വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇത്രയൊക്കെ ഭക്തിയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മാറിയും മറിഞ്ഞും പോയത് എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. അപ്പൊ അത് ചിലപ്പോ നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുവിനെ തിരുത്തിയതുപോലെയാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് എഴുതിയ സമയത്ത് ഇത് ഗുരു കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഗുരു കണ്ടിട്ടുണ്ട്, ഗുരു വായിച്ചിട്ടുണ്ട്. ഗുരു പറഞ്ഞത് അസലായിട്ടുണ്ടെന്നാണ്, ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ചില സംഭവങ്ങള് കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ എല്ലാം വിട്ടെറിഞ്ഞു പോയാൽ എവിടെയും എത്താത്തൊരവസ്ഥയിൽ ചിലപ്പോൾ വന്നു വരും. അതുകൊണ്ട് ഉള്ള ഒരവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു സങ്കല്പം. നമ്മൾ ഡെപ്യൂട്ടേഷനിൽ പോവല്ലോ. എനിക്കൊരു ഒരു ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യണമെങ്കിൽ ഞാൻ ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അങ്ങോട്ട് പോയി അത് ഒത്തു ചേരും എന്നുണ്ടെങ്കിൽ അതിലേക്ക് മർജ് ചെയ്യാം. അതേ സമയത്ത് ഇവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ അവിടെ പോയാലോ അതും ഇല്ല ഇതും ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരും. അത് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും ആ ഒരു സങ്കല്പത്തിലേക്ക് വന്ന് അതുമായിട്ട് ചേർന്ന് പതുക്കെ മാറി മാറി വരണം എന്നുള്ളൊരു ബോധത്തോടു കൂടി ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടത് എനിക്ക് എന്റെ കഴിവുണ്ട്, എന്റെ സ്വത്ത് എന്ന് പറയുന്നത് എന്റെ മതം എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം, എന്റെ ജാതി എന്ന് പറയുന്ന എന്റെ മനുഷ്യജാതി, ഒരു പെണ്ണ് ആണ് എന്നുള്ള ഒരു വ്യത്യാസം വേണമെങ്കിൽ അത് മാത്രമാവാം. ആ എന്റെ സ്വത്വം ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും പിടിച്ചു നിന്നാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് അറിയുന്നതായിരുന്നു ഗുരുവിന്റെ സങ്കല്പം. ആ സ്വത്വം പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ജനറൽ അസംബ്ലിയിൽ കൊച്ചി മത്സരിച്ച് തോറ്റു അയ്യപ്പൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത മത്സരത്തിൽ റിസർവ്ഡ് കാറ്റഗറി ആയിട്ട് തന്നെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. അപ്പോ ജാതി വേണ്ട എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാ റിസർവ്ഡ് കാറ്റഗറിയിൽ മത്സരിക്കാൻ പോകുന്നത്?
നമ്മൾ ഇത് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ ആ ക്രിറ്റിസിസത്തിനൊന്നും ബാധകമല്ല. കാരണം ആ കാലഘട്ടത്തില് അങ്ങനെയെങ്കിലും അസംബ്ലിയിൽ കയറിയാല് രാജാവിനെയൊക്കെ വഴക്ക് പറയാൻ ധൈര്യമുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ കാലത്ത്, ഇന്നത്തെ കാലത്തല്ല പറയുന്നത്, ഇന്ന് നമുക്ക് ആരെ വേണമെങ്കിലും പറയാം, അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ വേദപാഠങ്ങളിലൊക്കെ നമ്മൾ ചാർവാകന്മാരെയൊക്കെ ക്രിട്ടിസിസം ചെയ്യാൻ, ആരെയും ക്രിട്ടിസിസം എന്തും ചോദിക്കാൻ ധൈര്യമുള്ള കുറെ ആൾക്കാരെ സൃഷ്ടിച്ചെടുത്ത് അത് പഠിച്ചിട്ടുള്ളവരാണ് ഇവരൊക്കെ അറിവുള്ളവരാണ്. കാരണം ഗുരുവിന്റെ അടുത്ത് പോയി ഒന്ന് തൊട്ടാൽ തന്നെ മതി എന്ന് പറയാറുണ്ട്. രമണ മഹർഷിയും ഗുരുവും തമ്മിലുള്ള ഒരു സംവാദത്തിനല്ല, കാണാൻ വേണ്ടി, ഡയലോഗിന് വേണ്ടിയിട്ട് രമണാശ്രമത്തിൽ പോയിട്ട് ഒരക്ഷരം മിണ്ടാതെ തിരിച്ചു വന്നാണ് ഗുരു എന്നാണ് പറയാ. ആ സമയത്ത് എന്തോ ഒരു പഞ്ചകം എഴുതിയിട്ടുണ്ടെന്നാണ്, അതിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. അത് എഴുതിയിട്ട് നിർവൃതി പഞ്ചകം, ബ്രഹ്മവിദ്യ പഞ്ചകമാണ്. നിർവൃതി പഞ്ചകം അവിടെ എഴുതി എന്നുള്ളതാണ് ആകെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു വലിയൊരു മഹത്തായ സംഭവമാണ്, നമ്മൾ സംസാരിക്കണം എന്നില്ല. അപ്പൊ ഗുരുവിന്റെ അടുത്ത് പോയി അത്രയും കാലം നിൽക്കാൻ സാധിച്ചിട്ടുള്ള ഈ സഹോദരൻ അയ്യപ്പൻ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ദശകം എഴുതിയിട്ടുള്ള ഗുരുവിനെ ഒരു പാര വെച്ച് എഴുതിയതാണ്. അറിയോ ലക്ഷ്മിക്കത്? ഞാൻ എനിക്കറിയില്ല, അതിനെ പറ്റി ഒന്ന് പറയാമോ? സയൻസ് ദശകം എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. 2016 ഈ പിന്നെ ദൈവ ദശകത്തിന് പാരലായിട്ട് അതിന് പരിഹസിച്ചുകൊണ്ട്, വേണമെങ്കിൽ പരിഹസിച്ചുകൊണ്ടെന്ന് പറയാം, അതിനെ എതിർത്തുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ കവിത എഴുതുന്നത്. നമ്മൾ ഈ സമാധിക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും ഇന്ന് വായിക്കുന്നതും പഠിക്കുന്നതും ഗുരുവിന്റെ സമാധി എന്ന് പറഞ്ഞ ഒറ്റ സംഭവം, നമ്മൾ മഹാസമാധിയുടെ കവിത എന്ന് പറഞ്ഞറിയുന്ന ഏക സംഭവം ഇതേ അയ്യപ്പൻ എഴുതിയതാണെന്ന് ആലോചിക്കണം. ഇതേ അയ്യപ്പൻ തന്നെയാണ് നമ്മുടെ ഓണത്തിന്റെ പാട്ട് എഴുതിയതെന്ന് ആലോചിക്കണം. കുറച്ച് ഭാഗം അവിടെ നിന്നൊക്കെ മാറ്റി എഴുതിയിട്ട് അതിനെ വിപുലീകരിക്കല്ല, കുറച്ച് ഹ്രസ്വമാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ ഇല്ലാത്തതൊന്നും എഴുതിയിട്ടില്ല, വേണ്ടാത്തത് ചിലപ്പോൾ എടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. അത് ചിലപ്പോൾ അരിപ്പി അങ്ങനല്ലേ നമ്മൾ ചെയ്യുക, ശുദ്ധമാക്കാൻ വേണ്ടി ചിലപ്പോൾ വേണ്ടാത്തൊക്കെ എടുത്ത് കളഞ്ഞു. അതിൽ സയൻസ് ദശകം എന്നുള്ളത് എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, കൃത്യം അതല്ല. കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിന്ന് തൊഴുന്നു. ഞാൻ സയൻസിനെയാണ് തൊഴുന്നത്, ഭഗവാനെ അല്ല. വെളിച്ചം, അങ്ങനെ കുറെ ഉണ്ടത്. അത് എനിക്ക് തോന്നുന്നു അതിന്റെ വാക്കുകൾ അതേ രൂപത്തിൽ അതേ ക്രമത്തിലാവില്ല ചിലപ്പോൾ. ഓക്കെ. ഇരുട്ടുകൊണ്ട് കച്ചവടം നടത്തുന്ന പുരോഹിതൻ കൊടുത്തിടും കൊടാതാളും സയൻസ് ഇന്ന് തൊഴുന്നു ഞാൻ. കള്ളത്തരം നടത്തുന്ന തിരുമേനിമാർക്കൊക്കെ സയൻസ് ശിക്ഷ കൊടുത്തു എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭഗവാൻ എന്ന് പറയുന്നത് സയൻസ് ആണ് എന്നുള്ള അർത്ഥത്തില് രസകരമായിട്ടുള്ള ഒരു കവിതയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ നാസ്തികന്മാരും, എല്ലാ സാത്വികന്മാരും, എല്ലാ രാജസികന്മാരും ഒക്കെ അത് വായിക്കണം. പക്ഷെ അത് വായിച്ചവിടെ നിർത്തരുത്. സയൻസാൽ ദീപ്തി ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസ് അന്യേ നാം എല്ലാം, അല്ലെങ്കിൽ തമസ്സെല്ലാം സയൻസ് ഇന്നു തൊഴുന്നു ഞാൻ, സയൻസ് ഇന്നു തൊഴുന്നു ഞാൻ എന്നാണ്. അപ്പൊ സയൻസ് ആണ് അദ്ദേഹത്തിന്റെ ഭഗവാനായിട്ട്. അദ്ദേഹത്തിന് ബൈബിളിനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ചോ ഒന്നും അല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ വ്യത്യസ്തമായ ഓരോ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ ഇത്രയും നല്ല പോലെ കലഹിച്ചിട്ടുള്ള ഒരു ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള സഹോദരൻ അയ്യപ്പനാണ് സമാധിഗാനം എഴുതുന്നത്. അതില് ജരാരുജാ മൃതി ഭയമഴ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു അല്ലെ. ജര രുജ മൃതി, ജനനം, വാർദ്ധക്യം, മരണം എന്നീ ഭയമില്ലാതെ ആ ഭയങ്ങളെയൊക്കെ അതിജീവിച്ച പരമശുദ്ധനായ ആരാണ് അദ്ദേഹം? നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവ, ജയ ഭഗവാനെ, ജയ ഗുരുദേവ എന്ന് പാടുന്ന ഇദ്ദേഹം തന്നെയാണോ ഈ ആ ചെറുപ്പപ്രായത്തില് ചിലപ്പോ അത്തരം, അതുകൊണ്ട് അത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളല്ലേ ഗുരു.
അല്ലെങ്കിൽ ഗുരു ഇദ്ദേഹത്തെയൊക്കെ പണ്ടേ സ്വാമിയാക്കിയിട്ടുണ്ടാവില്ലേ? ഇല്ലേ? എന്തുകൊണ്ടാ സ്വാമി വട്ടം കൊടുക്കാണ്ടിരുന്നത്? ആലോചിച്ച് നോക്ക, ഇങ്ങനെ അറിവുള്ള ഒരു ഗുരു, എത്ര അടുത്തൊരു വ്യക്തിയായാലും അവർക്കൊക്കെ റോള് കൊടുത്തിട്ടുണ്ട്. SNDP-യുടെ പിന്നെ ഗുരു മരിച്ചതിന് ശേഷം, ഗുരു പോയതിനു ശേഷം അതേ സ്ഥാനത്തിരുന്ന ആളാണ് അയ്യപ്പൻ. അപ്പൊ ഇത് പലപ്പോഴും മനോവിജയത്തിൻ തികവാൽ എന്നാണ്, മനോവിജയത്തിൻ തികവാൽ എന്നാണ് ഗുരുവിനെ സംബോധിച്ചിരിക്കുന്നത്. ആ സംബോധന തികവാൽ ദിവ്യമാം ഒളി, ആ ഒളി തികവില്, ചിതറുമാ തിരുമുഖമിനി. അതെ. അപ്പൊ ആ ഒരു നാളും മനോവിജയത്തിന്റെ, മനോവിജയല്ലേ എല്ലാവർക്കും വേണ്ടത് അല്ലെ? തീർച്ചയായിട്ടും. ആ ഗുരുവിനെ ഇനി എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന എന്റെ മനോവിഷമാണ് അവിടെ കാണിക്കുന്നത്. അത് എന്ത് രസകരമായിട്ടാണ്, അങ്ങനെ ഏതെങ്കിലും ഒരാൾ പോകുമ്പോ ആ മനോവിജയം എത്തിയിട്ടുള്ള ആളല്ല ഞാൻ എന്ന് സ്വന്തം പറയാണ്. ആ കവിത വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ അതിന്റെ ഫസ്റ്റ് ലൈനിൽ പറയുന്നത്, മനോവിജയത്തിൻ തികവാൽ ദിവ്യമാം ഒളി ചിതറുമാ തിരുമുഖമിനി, ഒരു നാളും ഞങ്ങൾക്ക് ഒരു കണ്ണു കാണുവാൻ കഴിയാതായല്ലോ ആ കഴിയാതായല്ലോ എന്ന് പറയുമ്പോൾ ഒരു ദുഃഖം അതിനകത്തുണ്ടോ ഇല്ലയോ? ദുഃഖം മാത്രമല്ല, അങ്ങ് ഞാൻ എന്താണോ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിച്ചത് അത് മുഴുവൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അതായത് നാസ്തികൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ മഹത് വ്യക്തിയാണ് നമ്മളെല്ലാവരും ഭക്തി നിർവൃതിയിൽ ആറാടുന്ന ഈ സമാധി ഗാനം എഴുതിയത് എന്നുള്ളതിൽ തന്നെ അദ്ദേഹത്തെക്കാൾ വലിയൊരു ഭക്തൻ വേറെ ഇല്ല. അഥവാ യുക്തിവാദി കവിയില്ല. അദ്ദേഹത്താൽ കൂടുതൽ അറിഞ്ഞിട്ട് അങ്ങ് മാനസികമായിട്ട് പൂർണ്ണമായിട്ടും അങ്ങേ അറ്റത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഞാൻ അവിടെ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം പോലും ചിലപ്പോൾ അതിനകത്തുണ്ടോ തോന്നാറുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും. ഇന്ന് നമ്മൾ ആ സമാധി ഗാനം നോക്ക്, ഗുരുവിനെ പറയുന്നത് കൃപയും ജ്ഞാനവും ഫലിതവും. ആ ഫലിതം ചിലപ്പോൾ ഞാൻ പണ്ട് എഴുതിയിട്ടുള്ള ചില വികൃതി കവിതകൾ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് കൊള്ളാം എന്ന് പറയുന്നതും ഫലിതമാവും ചിലപ്പോ. അതിനൊന്നും എതിർത്ത് പറഞ്ഞില്ലല്ലോ ഗുരു. ആ എതിർത്ത് പറയാത്തതിന്റെ കുറ്റബോധമൊക്കെയാണ് ഈ ഓരോ വരികളിലും ഞാൻ കാണുന്നത്. ഈ നമ്മളൊരു കവിയെ പഠിക്കുമ്പോൾ ഞാൻ സാധാരണ പറയാറ് ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഇപ്പൊ ഞാനൊരു കവിത എഴുതുമ്പോൾ, എന്റെ റിതം ഓഫ് ലൈഫ് എന്ന കവിത എഴുതുമ്പോൾ എന്റെ ജീവിതം അറിയാതെ എന്റെ കവിത വായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ എബൌട്ട് ദ പോയറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. എല്ലാ പുസ്തകങ്ങൾ പഠിക്കുമ്പോഴും കവിയെ കുറിച്ചുള്ള കുറച്ച് വാക്കുകൾ എഴുതുന്ന എന്തിനു വേണ്ടിയിട്ടാ? ആ കവിയുടെ മൂഡ് അറിയുമ്പോഴേ, അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുമ്പോഴേ ആ കവിതയിലുള്ള, അതുകൊണ്ട് ഈ അയ്യപ്പനെ കുറിച്ച് ശരിക്കും പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ, എനിക്കത് ബൈഹാർട്ടൊന്നും അറിയില്ല, പക്ഷെ അതിൽ ചില വാക്കുകൾ എന്നെ കൃത്യം പിടിച്ചിട്ടുള്ളത്, കൃപയും ജ്ഞാനവും ഫലിതവും കൂടും. ആ ഫലിതം എന്നോടും അങ്ങ് കാണിച്ചാലല്ലേ, ഞാൻ അനുഭവിച്ചതല്ലേ. മധുരപാവന മനോജ്ഞവാണികൾ, ആ മനോജ്ഞ വാണികള് നമ്മൾ പറയുമ്പോ അല്ലേ, തീർച്ചയായിട്ടും നമ്മള് ചൊരിയാണ്. അതായത് കന്നി 5 എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഈ സമാധി ഗാനത്തിൽ കരയാത്തൊരു വ്യക്തി, ഗുരുദേവനെ അറിയുന്ന, ഗുരു പരമ്പരയെ അറിയുന്ന, ഗുരു തത്വം അറിയുന്ന കരയാത്തൊരു വ്യക്തി ഉണ്ടോ എന്ന് സംശയം. കരയരുത് എന്നാണ് സാധാരണ ഗുരു, അല്ലെങ്കിൽ ഗുരു പറയുന്നത് മാത്രല്ല, ഗുരുവിന്റെ സന്ദേശത്തിൽ തന്നെ പറയുന്നത്, അല്ല, കരഞ്ഞു പോകുന്നത് ഭക്തി കൊണ്ടാണ്. കരഞ്ഞു പോകുന്നത് നമ്മളിപ്പോ അയ്യപ്പനെ കുറിച്ച് വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നമ്മളിപ്പം എനിക്കും തോന്നാറുണ്ട്, എന്റെ ഗുരുവിനെ എനിക്ക് ഇങ്ങനെയൊന്നും, ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിനെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ എന്റെ ഗുരുവിനെ കുറിച്ചും കവിതകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കാറുള്ളത്, എനിക്ക് പലതും എന്നെ സ്നേഹിച്ചത്ര എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല എന്റെ ഗുരുവിനെ. കാരണം അദ്ദേഹം ഇരിക്കുന്ന നിലയിലൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം തരുന്നതൊന്നും എനിക്ക് ഈ അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ സഹോദരൻ അയ്യപ്പനോളം ഗുരുദേവനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭക്തരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഭക്തിയുള്ള. അതെന്താ കാരണം എന്നറിയോ? നമ്മൾ ചിലപ്പോ ആ സമയത്ത് കോൺട്രഡിക്ട് ചെയ്തിട്ട് അന്ന് മനസ്സിലാക്കിയ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ വ്യക്തിയോട് ജാതി വേണ്ട മതം വേണ്ട എന്ന് പറഞ്ഞ അതേ വ്യക്തി സമാധി ഗാനം എഴുതുന്ന സമയത്ത് മതമേതായാലും മനുജൻ നന്നായാൽ മതിയെന്നുള്ളൊരു സ്വതന്ത്ര വാക്യത്താൽ മതനിഷേധവും മതസ്ഥാപനവും, അതെ, അതാണ് അത്. പക്ഷെ പലപ്പോഴും അവനവൻ എഴുതിയ ആ ആപ്തവാക്യങ്ങൾ പോലും തെറ്റാണെന്ന് പറഞ്ഞ് എന്റെ എല്ലാ അപരാധവും പൊറുക്കണമേ എന്ന് ഗുരുവിന്റെ
കാലിൽ വീഴല്ലേ ചെയ്യണത് ആ കവിതയിൽ. പരിചിൽ സാധിച്ച പരമസദ്ഗുരു, മതനിഷേധവും മതസ്ഥാപനവും. ഇവിടെ ഗുരുദേവൻ മതനിഷേധത്തിനൊപ്പം മതസ്ഥാപനവും നടത്തി എന്നുള്ളത് വീണ്ടും നമ്മളിവിടെ ഒരു നാസ്തികൻ എന്നറിയപ്പെടുന്ന യഥാർത്ഥ ആസ്തികനിൽ നിന്ന് അറിയുകയാണ്. അവിടെയാണ് കന്നി അഞ്ചിന് സഹോദരൻ അയ്യപ്പൻ എന്ന മഹാഭക്തന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ എന്ന് പറയുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ രമണ മഹർഷിയെ കണ്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു വന്നപ്പോൾ ഗുരുവിന് മനസ്സിലാക്കേണ്ടതെല്ലാം ഗുരുദേവന് മനസ്സിലായി, ഗുരു പറഞ്ഞതെല്ലാം ശിഷ്യനും മനസ്സിലായി എന്നുള്ള അവസ്ഥയില് യഥാർത്ഥത്തിൽ ഗുരുദേവനെ അറിഞ്ഞിട്ടുള്ള യഥാർത്ഥ ഭക്തൻ സഹോദരൻ അയ്യപ്പനാണെന്ന് അങ്ങ് വളരെ വ്യക്തമാക്കി. അവസാനൊക്കെ എത്തുന്ന സമയത്ത് പരമപാകമേ എന്നാണ് അങ്ങനെ ആരും ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെ. ആ വാക്കുകള് പരമപാകമേ ത്രികരണ ബുദ്ധി, അല്ലെ? അങ്ങനെ ഒരു വാക്കല്ലേ? ത്രികരണ ശുദ്ധി നിദർശനമായി പ്രഥിതമാം ഭവൽ ചരിതം ഞങ്ങൾക്ക് ശരണമാകണേ ശരണമാകണേ ശരണമാകണേ. ത്രികരണം എന്ന് പറയുന്നത് മനസ്സും വാക്കും കർമ്മവും. ഇതിലപ്പുറം എന്താ വേണ്ടത്? ഈ മൂന്നും ഭവൽ ചരിതം, അങ്ങയുടെ മനസ്സും വാക്കും കർമ്മവും. അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങളിലും ചരിത്രം അറിയുമ്പോ ഗുരുവിനെ അറിയുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ത്രികരണം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഏറ്റവും പരമപാകം എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുമ്പോഴേ അതൊരു വലിയൊരു വാക്കാണ്. സത്യം സത്യം. ഈ ഒരു എനിക്ക് തോന്നുന്നു ഗുരുദേവ കൃതികൾ വായിക്കുമ്പം ഒരു ഭക്തൻ ഉണ്ടാകുന്ന അനുഭൂതിയോളം തന്നെയാണ് ഈ സമാധി ഗാനത്തില് ഭക്തനായിട്ടുള്ള സഹോദരൻ അയ്യപ്പനെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓരോ ഭക്തർക്കും ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഗുരുദേവന്റെ ഭക്തരെന്ന് പറയുന്നവർക്ക് ഒരുപക്ഷെ ഗുരുദേവ ദുഃഖം അറിയോ? നമ്മളിപ്പം ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോ ഗുരുദേവന്റെ ഭക്തൻ, ആ ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ ചുരുക്കിയതാണ്. ലോകത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പം ഞാൻ അമേരിക്കയിലൊക്കെ പോയപ്പോ ചർച്ചിൽ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ യൂണിറ്റേറിയൻ ചർച്ച് എന്നാണ് പറയുന്നത്, യൂണിവേഴ്സൽ യൂണിറ്റേറിയൻ ചർച്ച്. എനിക്ക് തോന്നുന്നു ആ പ്രയർ ബുക്കിലൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ലോകപ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതൊക്കെ മൾട്ടി ജാതി എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതി അല്ലാതെ ബാക്കി എല്ലാ ജാതികളും അവനവന് സ്വതന്ത്രമായിരിക്കുമ്പോൾ, ഞാൻ എല്ലാവരുടെയും സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് ഭാരതത്തിൽ പഠിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഏതെങ്കിലും ആളുടെ വീട്ടിൽ പോയിട്ട് താമസിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വന്ന എന്റെ വീട്ടിലല്ലേ പറ്റുള്ളൂ. അപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും, ജാതി ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാലും അതിനകത്ത് പെട്ടുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ റെക്കഗ്നൈസ് ചെയ്യാ ചെയ്യാം. ഇപ്പൊ ഞാൻ സയന്റിസ്റ്റ് ആയി പോയത് കൊണ്ട് എനിക്ക് സയന്റിസ്റ്റ് അസോസിയേഷനിലെ മെമ്പർഷിപ്പ് പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പക്ഷെ സയന്റിസ്റ്റ് അസോസിയേഷനിലെ മെമ്പർ ആണെങ്കിൽ പോലീസ് അസോസിയേഷനോട് എനിക്ക് വിരോധമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ജാതിയിൽ പെട്ടത് കൊണ്ട് മറ്റേ ജാതിക്കാരോട് എനിക്ക് എന്തിനാ വിരോധം? മനസ്സിലാവുന്നുണ്ട്? ഈ അറിവുണ്ടായാ മതി. ഈ അറിവാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. നീ ഏത് ജാതി ആയാലും കുഴപ്പമില്ല, പക്ഷെ എല്ലാം കൂടി ചേരുമ്പോ ഒരു ജാതി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ സംസാരിക്കുന്ന വാക്കുകൾ, എനിക്ക് തോന്നുന്നു നാഷണൽ ഇന്റഗ്രേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകം എന്ന് പറയുന്നത് ഏകതാ സ്വതന്ത്രത സമാനതാരഹേ എന്നാണ്. അവനവന്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എനിക്ക് എന്റെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു പ്രോഗ്രാമിന് പോകുമ്പോ അവിടുത്തെ കൂട്ടിൽ ഞാൻ സ്വാതന്ത്ര്യം കാണിക്കാൻ പാടില്ല. ആ റൂൾ അനുസരിച്ച് ഞാൻ ജീവിക്കണം. കണ്ട് ഹേ അനേക്, എനിക്ക് കുറേ തൊണ്ടകളാണ് നമ്മൾ സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ പറയുന്ന വാക്കുകൾ ഒന്നാണ്. ഞാൻ എഴുതുന്ന പാരഗ്രാഫുകളൊക്കെ സെപ്പറേറ്റ് ആണ്, പക്ഷെ എല്ലാം കൂടി ചേരുമ്പോൾ പന്ത് ഹേ അനേക്, പക്ഷെ ഒരു ഉപന്യാസമായിട്ട് മാറണം. അങ്ങനെ അവൻ രംഗ് ഹേ അനേക് ചിത്ര ഏക് വിശ്വക്ക, അല്ലെങ്കിൽ ഏക് രാഷ്ട്രക്ക. ഞാനത് മാറ്റി എഴുതിയിട്ടുണ്ട്. ഏക് രാഷ്ട്രക്ക എന്നാണ്, അത് വിശ്വക്ക എന്നാക്കി മാറ്റിയിട്ടുണ്ട്. രംഗ് ഹേ അനേക്, ഒറ്റ ഒരു കളർ ഉപയോഗിച്ച് ഞാൻ ഒരു ചിത്രം വരക്കാറില്ലല്ലോ. ഏറ്റവും നല്ല ചിത്രം എന്ന് പറഞ്ഞാൽ വർണ്ണശോഭയുള്ള ഒരു ചിത്രം. പക്ഷെ ആ ചിത്രങ്ങളൊക്കെ ഞാൻ വരയ്ക്കുമ്പോൾ എല്ലാ സമൂഹത്തിലുള്ള എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ ഇഷ്ടങ്ങളും എല്ലാ കളറുകളും എല്ലാ അനിഷ്ടങ്ങളും ഒക്കെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ ചേരുമ്പോ നമ്മൾ ഒന്നാണെന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു സങ്കല്പമാണ് എനിക്ക് തോന്നുന്നു ഗുരുദേവൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷെ അത് നശിപ്പിച്ചു കളഞ്ഞു. അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയണം. കാരണം അതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതിൽ അയ്യപ്പൻ ഈ ഓണത്തിന്റെ പാട്ട് എഴുതുന്ന സമയത്തെ ഇന്ത്യ നന്നാവണമെങ്കിൽ
എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അടക്കമുണ്ട്. അത് കേരളത്തിന് വേണ്ടിയിട്ട് എഴുതിയതല്ല അയ്യപ്പൻ. അപ്പൊ നല്ല ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ ചിലപ്പോൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴോ പറയുമ്പോഴോ അത് ചിലപ്പോൾ പകർത്തി എഴുതുമ്പോഴോ അല്ലെങ്കിൽ മാറ്റി എഴുതുമ്പോഴോ അതിലൊക്കെ ചെറിയ അപാകതകളൊക്കെ ആദ്യം വന്നിട്ടുണ്ടെങ്കിലും അത്ര പാകമായിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഗുരുവിന്റെ പാകം എനിക്ക് വന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം അവസാന കാലത്ത് ഒരു ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട്. കാരണം ആ ഒരു പേരിൽ വന്നൊരു വ്യക്തിക്ക് ആ പേരിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ല. നാസ്തികൻ നാസ്തികൻ എന്നുള്ള പേര് വന്നു പോയല്ലോ. സഹോദരൻ സഹോദരൻ എന്നുള്ള പേരും വന്നു. അതൊക്കെ ടൈറ്റിലൊക്കെ പന്തി ഭോജനത്തിന്റെ സമയത്ത് ഇട്ട പേരുകളൊക്കെ എനിക്ക് ക്രെഡിറ്റ് ആയിരുന്നോട്ടെ എന്ന് വിചാരിച്ച വ്യക്തി എനിക്ക് തോന്നുന്നു അവസാനം തോന്നിയിട്ടുണ്ടാവും അങ്ങനെ വേണ്ട. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇതൊക്കെ ഒഴിവാക്കി വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു 12 വർഷം, അത് ആരോഗ്യ പ്രശ്നം കൊണ്ടോ വയ്യാത്തത് കൊണ്ടോ അല്ല, വളരെ ലളിതമായിട്ടുള്ള ചില സംഭവങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സമാധി ഗാനം കൃത്യമായിട്ട് അറിയുക, പഠിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് മനസ്സിലാക്കി പഠിക്കുന്നതാണ് ഗുരുവിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം. അതാണെന്ന് ഞാൻ പറയില്ല, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം ഒരു ഡിവോഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്തത് ശ്രീനാരായണ ഗുരു കോളേജിലാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് അവിടെയുണ്ട് കുറച്ചു കാലം. ഞാൻ പ്രഭാഷണങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ചിലപ്പം മന്നത്ത് പത്മനാഭന്റെ 1 2 ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ ബിലായിലൊക്കെ പോയിട്ട് ക്ലാസ് എടുത്തു. പക്ഷെ ഡൽഹിയിലും കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ പല സ്ഥലത്തും, കൊടുങ്ങല്ലൂരും ജസ്റ്റിസ് ശ്രീദേവിയുടെ ഒക്കെ കൂടെ SNന്റെ പ്രോഗ്രാമിലൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലത്തൊക്കെ നല്ലപോലെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചെറായിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പഠിക്കുക എന്നുള്ളത് ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഓർമ്മയിലുള്ള ചില സംഭവങ്ങൾ പറഞ്ഞതാണ്. ഇതൊന്നും തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ലക്ഷ്മിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എനിക്ക് ആ വാക്കുകൾ ചിലപ്പോൾ കിട്ടില്ല. ചിലതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചത് ഞാൻ തുറന്നു വെച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ, പക്ഷെ അതിലെല്ലാം ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ചില വരികൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സാർ അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളാണ് സാർ ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് ഈ ഓണം പാട്ടിനെ കുറിച്ച് എനിക്ക് അറിയേയില്ലായിരുന്നു. അത് പുതിയൊരു അറിവാണ്. അതിനൊപ്പം സഹോദരൻ അയ്യപ്പൻ എന്നുള്ള മഹാഭക്തനെയാണ് നമുക്കിവിടെ അങ്ങയോടൊപ്പം ഇരുന്ന് കേൾക്കാൻ സാധിച്ചത്. ഒരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് വൈൻഡപ്പ് ചെയ്ത് തീർക്കാം. കന്നി 5 ഗുരുദേവ സമാധി ദിനം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സഹോദരൻ അയ്യപ്പൻ എന്ന മഹാകവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കാതെ, ആ സമാധി ഗാനം കേട്ട് കണ്ണുനീർ പൊഴിക്കാതെ, ആ സമാധി ഗാനത്തിലൂടെ നമുക്ക് ഗുരുദേവനെ അറിയുന്ന തലത്തിൽ എത്തിച്ച ആ മഹത് വ്യക്തിയെ സ്മരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒപ്പം മറ്റൊരു ചോദ്യമുള്ളത്, സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ വരികളിൽ ആദ്യത്തെ വരി മാത്രം എടുത്ത് പ്രയോഗിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ കേരള സമൂഹത്തിനുള്ളത്. അതായത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ധർമ്മം വേണം, ധർമ്മം വേണം, ധർമ്മം വേണം യഥോചിതം എന്ന് പറഞ്ഞ വരി എന്തുകൊണ്ടാണ് ഒരു സെലക്റ്റീവ് അംനീഷ്യ, അതായത് ബോധപൂർവം ചില കാര്യങ്ങൾ മാത്രം മറക്കുന്ന രീതിയിൽ ഈ കേരളീയ സമൂഹത്തിൽ ചിലർ അത് മറച്ചു വെക്കുന്നത്? അത് എങ്ങനെയാണ് അങ്ങയുടെ ഒരു വിവരണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്? മൗനം വിദ്വാന് ഭൂഷണം എന്ന് കേട്ടിട്ടുണ്ടോ ലക്ഷ്മി? അത് ശരിയാണ്. അല്ല, ഞാനിപ്പോ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറയുന്നതല്ല അത്. ഞാനിപ്പോ മിണ്ടാണ്ടിരിക്കാൻ, ഉത്തരം പറയാണ്ടിരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ. അതിന്റെ ആദ്യത്തെ ലൈൻ അറിയോ? പലർക്കും അറിയില്ല. സത്യം. 2 വിഡ്ഢികള് ശണ്ട കൂടുമ്പോ മൗനം വിദ്വാന് ഭൂഷണം എന്നാണ്. മനസ്സിലാവുണ്ടോ? എപ്പോഴും മൗനം വേണം എന്നല്ല പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാല്, ഇപ്പൊ ന സ്ത്രീ സ്വതന്ത്രമർഹതി, ന സ്ത്രീ സ്വാതന്ത്രമർഹതി എന്നല്ല, സ്വതന്ത്രമർഹതി എന്നാണ്. സ്വന്തം ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്നാണ്. അപ്പൊ നമ്മള് പലതും പകുതി വായിക്കുക എന്നുള്ളൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. അത് പല സ്ഥലത്തും ഉണ്ട്. അത് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ആകെ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ജസ്റ്റ് ഇഗ്നോർ. അങ്ങനെ ആരെങ്കിലും പറയണ്ടെങ്കിൽ അത് നല്ലത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ പറ്റുന്ന ഒരു അബദ്ധമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ഭഗവത്ഗീത കോട്ട് ചെയ്യുന്ന സമയത്ത് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ, ഫലം ആഗ്രഹിക്കാൻ അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടേ ഇല്ല. ഭഗവാൻ അങ്ങനെ വെച്ചിട്ട് ആർക്കെങ്കിലും ഞാൻ ജോലി ചെയ്ത് ശമ്പളം മേടിക്കാണ്ടിരിക്കാൻ പറ്റും? എനിക്ക്
അത് അത്തരം ആ ചെറിയ ഹ്രസ്വമായിട്ടുള്ള ചെറിയ സംഭവങ്ങളിലല്ല പറയുന്നത്. അപ്പൊ എന്ത് പറയുന്ന സമയത്തും അതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കേണ്ടത് ജാതി വേണ്ട, മതം വേണ്ട എന്ന് പറയുമ്പോൾ എന്റെ ചിന്തകള് ജാതിയിലും മതത്തിലും പാടില്ല എന്ന് ഗുരു പറഞ്ഞിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയില് അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സ്ട്രോങ് ആയിട്ട് ചിലപ്പോ കുട്ടികൾ പറയുന്ന ഒരു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കുട്ടികളോട് പറഞ്ഞാൽ അത് എടുത്തു പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരു 32-ാമത്തെ വയസ്സിലോ 28-ാമത്തെ വയസ്സിലോ പറഞ്ഞിട്ടുള്ള അയ്യപ്പനെ കാണരുത് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയ്യപ്പന്റെ ആ പഴയ കഥകളൊക്കെ വെച്ചോട്ടെ, അതൊക്കെ കഴിഞ്ഞ് അവസാനം അതിന്റെയൊക്കെ അവസാനത്തുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം, വേണ്ടതുപോലെ ധർമ്മം വേണം. ആ ധർമ്മം എന്ന് പറയുന്ന സമയത്ത് LKG പഠിച്ചതുപോലെ അല്ല, UKG പഠിക്കുമ്പോൾ അതുപോലെ അല്ല, PG പഠിക്കുന്ന സമയത്ത് അഹിംസ പരമോ ധർമ്മോ ധർമ്മോ ഹിംസ തദൈവച എന്ന് അറിയാത്ത ആരും ഇല്ല. അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഗുരുവിന്റെ അടുത്തിരുന്നാല് ഇത്രയൊക്കെ അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഗുരുവിനല്ലേ കുറ്റം പറയേണ്ടത്? അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അതൊക്കെ വന്നിട്ടുള്ളത് എല്ലാത്തിനും ഈ പറഞ്ഞതിനൊക്കെ തെറ്റാണ്, മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതിനുള്ള ശ്ലോകമാണ് നമ്മൾ ഈ സമാധി ദിനത്തിൽ പറയേണ്ടത്. അങ്ങനെ ചെറുപ്പകാലത്തിൽ വല്ലതും അബദ്ധങ്ങളൊക്കെ കാണിച്ചു, തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർക്കാതിരിക്കുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് പറയാണ്ടിരിക്കുക വേണ്ടത്. നമ്മൾ അയ്യപ്പനെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊന്നും ആരും കേട്ടിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞത് കൊണ്ട് മാത്രം അത് കേൾക്കുന്ന പലരും ഉണ്ടാവും. അങ്ങനെ എന്തിനാ നമ്മള് സഹോദരൻ അയ്യപ്പനെ, സഹോദരി എന്തിനാ മോശാക്കണേ എന്നാണ് ഞാൻ പറയാ. അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകൾ മാത്രം കേൾക്കുക. അതുകൊണ്ടല്ലേ നമ്മള് മാവേലി നാട് വാണിടും എന്ന് പാടുന്ന സമയത്ത് എന്തുകൊണ്ടേ പലതും ഒഴിവാക്കിയത്? എനിക്ക് തോന്നുന്നു സഹോദരൻ അയ്യപ്പൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് പിന്നെ വന്നിട്ടുണ്ടാവും പ്രാബല്യത്തിൽ. ഞാനിതൊന്നും അല്ല എഴുതിയത്, ഇങ്ങനെയും കൂടി എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അത് മതി എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം എഴുതി പോയിട്ടുണ്ടാവും. എന്താ ചെയ്യപ്പോ? അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഞാൻ ഹ്യൂമൻ റൈറ്റ്സ്, എനിക്ക് തോന്നുന്നു ഹ്യൂമൻ റൈറ്റ്സിന്റെ ആദ്യത്തെ വക്താവ്, ഏറ്റവും നല്ല പ്രഭാഷണത്തിന്റെ ആദ്യത്തെ വക്താവ്, ഏറ്റവും നല്ല കവിതയുടെയും ലേഖനങ്ങളുടെയും വക്താവ്, ഏറ്റവും നല്ല എന്താണ് സത്സംഗങ്ങളുടെയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വർക്ക് ചെയ്തിട്ടുള്ള ആള്, ക്രിട്ടിക്കായിട്ട് ഗുരുവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ആ കാലഘട്ടത്തിലൊന്നും ആരും പറയാത്ത കാര്യമാണ് അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളത്. ഈ കഴിവൊക്കെ ഉള്ള ആളാണ് അയ്യപ്പൻ എന്ന് പറയേണ്ടത് അല്ലെ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും അവസാനം നമ്മൾ എത്രയോ ആൾക്കാരെ കണ്ടു. OV വിജയനൊക്കെ ഒരു കാലത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. അവസാനം പിന്നെ കരുണാകര ഗുരുവിന്റെ സന്നിധിയിലാ പോയി പെട്ടത്. അദ്ദേഹം അവസാനമായിട്ട് OV വിജയൻ എഴുതിയത് എന്റെ പേന ഉപയോഗിച്ചിട്ടാണ്. OV ഉഷയും OV വിജയനും മാറാടപ്പള്ളി എന്ന് പറയുന്ന അവിടെയാണ് തെരേസയുടെ കൂടിയാ താമസിച്ചത്, അദ്ദേഹത്തിന്റെ വൈഫ്. അപ്പൊ ആ സമയത്ത് അക്കിത്തം ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. അക്കിത്തവും എന്റെ ഗുരു അടുത്ത വ്യക്തിയാണ്. അപ്പൊ അക്കിത്തം വന്നതുകൊണ്ട് ഞാനും എന്റെ ചെറിയ മകനും കൂടിയാ പോയത്. എന്റെ മകൻ സ്കൂളിലേക്ക് പോകുന്ന പേനയുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് പറഞ്ഞ സമയത്ത് OV ഉഷ പറഞ്ഞു, ചേട്ടനൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പറയാൻ പകരം നന്ദി പറയാണ്. ആ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എന്റെ മകന്റെ പേന OV വിജയന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഒരു പേപ്പർ വെച്ചു കൊടുത്തത്. ഇത്രയും നല്ല എഴുത്തുകാരന് ഒരു വാക്ക് എഴുതാൻ പറ്റാണ്ടിരിക്കുമോ? അദ്ദേഹം അന്നത്തെ എഴുതി നന്ദി എന്നാണ്. അതാണ് മാഗസിന്റെ ഫ്രണ്ടില് ഒരു കവറായിട്ട് വന്നത്. അപ്പൊ ഓരോ വ്യക്തിക്കും ഓരോ കാലമുണ്ട്. നല്ല കാലത്ത് പലപ്പോഴും തവമാതാ പതിവൃത എന്ന് അർത്ഥമറിയാതെ ചിലപ്പം നെഹി നെഹി എന്ന് പറഞ്ഞ ആള് കുറെ കാലം കഴിയുന്ന സമയത്ത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ കുറെ വ്യക്തികളെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം ആൾക്കാരുടെ പേരെടുത്ത് പറയാൻ വേണമെങ്കിൽ. അപ്പൊ അയ്യപ്പന് അവസാനം കാലത്ത് വന്നിട്ടുള്ള കുറെ മാറ്റങ്ങൾ, അത് ഏറ്റവും കൂടുതൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളത്. ഒരു മാഗസിൻ നിർത്തും, മറ്റേ തുടങ്ങും, ഇതിൽ മത്സരിക്കും, അതിൽ മത്സരിക്കും, ഇത് വിട്ടുപോകും. SNDP വിട്ടുപോയി, പിന്നെ എന്താണ് വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആള് പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വന്ന് പ്രസിഡന്റ് ആയോ? അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പേരുണ്ട്. അത് നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു ഗുരു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സ്വാമിപദം കൊടുക്കാതിരുന്നത്. അല്ലെങ്കിൽ 40 വയസ്സിൽ വിവാഹം കഴിച്ച ആള് അതുവരെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് വേഗം സ്വാമി ആയിക്കൂടായിരുന്നു. അതുപോലെ തന്നെ ആശാനി. അപ്പൊ മഹാഗുരുക്കന്മാർക്ക് അറിയാത്തൊരു വ്യക്തിയൊന്നും അല്ല ഇവരൊന്നും. നമ്മൾ അവരെ വിശകലനം ചെയ്യുകയോ അവരെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവരെ കുറിച്ച് ബാക്കിയുള്ളവർ പറയുന്നവരെ, അവർക്ക് എപ്പോഴെങ്കിലും ഈ കാട്ടിലൊക്കെ എത്രയോ പുഷ്പങ്ങൾ ഉണ്ടാവും അല്ലേ? ആ പുഷ്പങ്ങൾ ജീവിച്ച് വൈകുന്നേരം ആവുമ്പോൾ ചത്തുപോകുന്നതല്ലേ? എല്ലാ പൂക്കൾക്കും അർപ്പിക്കാൻ യോഗ്യതയുള്ള പൂവായി മാറാൻ പറ്റുമോ? ഇല്ല. മനുഷ്യജന്മം എന്ന് പറയുന്നത് ഭഗവാനും അല്ലെങ്കിൽ നമ്മൾ ഓരോ കർമ്മം എന്ന് പറയുമല്ലോ, നമ്മൾ ചെയ്യുന്ന എന്റെ കർമ്മമാണ്, എന്റെ കർമ്മമാണ്. ഞാൻ പറയാറുള്ളത്, നമ്മൾ ഓരോ ദിവസവും രാവിലെ ഇഡ്ഡലി കഴിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതൊന്നും കർമ്മത്തിന്റെ കൂട്ടത്തിൽപ്പെടില്ല.
ഇങ്ങനെ മഹത് വ്യക്തികൾ ചെയ്യുന്ന, കുറേ കാലങ്ങളിൽ ജീവിക്കുന്ന, പല സംഭവങ്ങളും ചെയ്യുന്ന അതിൽ ചില വ്യക്തികളാണ് കർമ്മികളായിട്ട് മാറുന്നത്. അല്ലാതെ ഇവരുടെയൊക്കെ കർമ്മം അക്കൗണ്ട് ബുക്കിൽ എഴുതണമെങ്കിൽ എത്ര വേസ്റ്റ് പേപ്പർ കളയേണ്ടി വരും ഭഗവാന്മാര്. അപ്പൊ ഇതൊന്നും ഭഗവാന്മാരുടെ കണക്ക് പുസ്തകത്തിൽ പെടില്ല. ചരിത്ര പുസ്തകത്തിൽ പെടുന്ന ചില ചരിത്രകാരന്മാരെ പോലെ അത് വലിയ പ്രാരബ്ധങ്ങളും വിഷമങ്ങളും സംഘട്ടനങ്ങളൊക്കെ വരുമ്പോ ആ ചരിത്രം എന്ന് പറയുന്ന എല്ലാ കഥയും കേട്ടിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതുന്നതല്ല ചരിത്രം. ആ കഥകള് വലിയ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു കഥയായി അല്ലെങ്കിൽ ഒരു സംഭവമായി എൻ്റെ മനസ്സിൽ ഏറ്റെടുത്ത് ഞാൻ അത് പ്രവൃത്തിയിൽ വരുത്തി അത് ഗുണപരമായിട്ട് മാറും എന്നുള്ള ബോധത്തിലാണ് എന്നെ ചരിത്രം പഠിപ്പിക്കുന്നത്. എന്തിനാ ചരിത്രം പഠിക്കുന്നത് ചോദിച്ചാൽ പഠിക്കാൻ പരീക്ഷ ചെയ്തിട്ട് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഈ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികളിൽ എത്ര പേർക്ക് ഇതിന് ഗുണമുണ്ടാവും എന്നറിയാത്തത് കൊണ്ട് എല്ലാവരെയും പഠിപ്പിച്ചു വിടുന്നതാണ്. അപ്പൊ അതിൽ ചില വ്യക്തികളാണ് ഇങ്ങനെ ഉണ്ടാവുക. കുറേ പൂക്കൾ ഭഗവാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൽ ഏതോ ഒരു പൂവിനാണ് അതിന്റെ ഒരു ഭാഗ്യം ഉണ്ടാവുക. അതുപോലെ കുറേ ജന്മങ്ങളില് ഭാരതത്തിൽ ഭാഗ്യം കിട്ടിയിട്ടുള്ള ശങ്കരാചാര്യർക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. അത് തമിഴ്നാട്ടിലെ രമണ മഹർഷിയും ബംഗാളിലെ പരമഹംസരുമാണെങ്കിൽ നാരായണ പരമഹംസർ എന്ന് എനിക്ക് ആരും വിളിച്ചിട്ടുണ്ടാവില്ലായിരുന്നു അല്ലെ. നാരായണ പരമഹംസർ എന്നൊന്നും, നാരായണ പരമഹംസർ എന്ന് വിളിക്കേണ്ട, അങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗുരു എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു മഞ്ഞ കളർ അതിനകത്ത് പെട്ടുപോകുണ്ടാവും. അപ്പൊ നാരായണ പരമഹംസരുടെ ആ ഒരു ഇന്നത്തെ ഒരു ഡെൻ ഉണ്ടല്ലോ, ആ ഒരു ചെറിയൊരു കൂടാരത്തിൽ നിന്ന് നമ്മൾ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ലോകത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു കടമ എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല പോലെ ഉണ്ട്. അത് പഠിക്കാൻ തയ്യാറാണ് നമ്മൾ. സാധാരണ ഒരു അബദ്ധം പറ്റിയിട്ടുള്ള എന്താ വെച്ചാൽ കേരളത്തിലെ ഈ SNDP-യുടെ അല്ലെങ്കിൽ ആ സ്വാമിമാര് എന്ന് പറയുന്ന ഇവരുടെയൊക്കെ ചരിത്രം, അത് അയ്യപ്പന്റെ ആയാലും നടരാജ ഗുരുവിന്റെ ആയാലും നാരായണ ഗുരുവിന്റെ ആയാലും ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ ഒരാളേ ഉള്ളൂ, MK സാനു. സാനു മാഷ അല്ലാതെ വേറെ ആളും ഇതിനെ കുറിച്ചൊരു ലേഖനം പോലും എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. ആ അവസ്ഥയാണ് ആയിപ്പോയത്. അതുകൊണ്ടാണ്, കാരണം അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പോയി. അത് മാറണം, അത്യാവശ്യമായിട്ട് മാറേണ്ട ഒരു സംഭവമാണ്. അതിലപ്പുറം എനിക്കൊന്നും അറിഞ്ഞോണ്ടല്ല. അത് മാറ്റാനായിട്ട് സാറ് തന്നെയാണ് ഒരു നിമിത്തം, അല്ലെങ്കിൽ സാറ് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് ആശ്രയം എന്ന് അഭിമാനത്തോടുകൂടി, അതിലേറെ നന്ദിയോടുകൂടി പറയുകയാണ്. കാരണം ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു എന്ന് ശ്രീനാരായണ പരമഹംസരെ വിശേഷിപ്പിച്ച സഹോദരൻ അയ്യപ്പന്റെയും അങ്ങയുടെയും സാക്ഷാൽ ഗുരുദേവ തൃപ്പാദങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് 1000 നന്ദി. നമസ്കാരം. വന്ദേ മാതരം.